ഹലോ, എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. അപ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ ഭയങ്കര ആർഭാടമായ സെറ്റപ്പ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്ന് എന്തായാലും എനിക്ക് വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് പായിന്റെ സ്കൂളില് ഞാൻ പറഞ്ഞില്ലേ പരിപാടി ഉണ്ടെന്ന്. അപ്പൊ അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ നമ്മുടെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം എനിക്കില്ല. ഞാൻ അന്നന്നേക്ക് എഡിറ്റ് ചെയ്ത് അന്നന്നേക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. തലേ ദിവസം എഡിറ്റ് ചെയ്ത് വെച്ച് പോസ്റ്റ് ചെയ്ത് അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു പരിപാടിക്കില്ല. എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തട്ടിപ്പിടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യത്തിന് നേരം വേണം. ഒരു 1.5 മണിക്കൂർ എനിക്ക് എന്തായാലും വേണം. ഇതാവുമ്പോൾ എനിക്ക് ഒരു അരമണിക്കൂറിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നേരെ അത് എനിക്ക് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എനിക്ക് അതാണ് എളുപ്പം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് എന്തായാലും കമന്റ്സിന് റിപ്ലൈ കൊടുക്കണം. ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ അടിയിൽ വന്നുള്ള കമന്റ്സിന് ഒന്നിനും റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതൊരു സന്തോഷമാണ്. നിങ്ങളുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു സന്തോഷമല്ലേ, എല്ലാവരും പേരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ കമന്റിന് റിപ്ലൈ കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം കേട്ടോ. അതായത് സാന്ദ്ര എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങിയോന്ന്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കതൊരു വീഡിയോ ആയിട്ട് മാത്രമേ ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അതങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് നിങ്ങൾ സഹായിച്ച് ദൈവം സഹായിച്ച് റവന്യൂ കുറച്ചേശൊക്കെ കിട്ടുന്നുണ്ട്. വല്ലാണ്ടൊന്നുമില്ല, കുറച്ചേശുണ്ട്. എന്തായാലും എനിക്കത് നിങ്ങൾ തരുന്നതാണല്ലേ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ റവന്യൂ കിട്ടുന്നത്. കുറച്ചെങ്കിലും കുറച്ച് എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടടാ. ഞാൻ എന്റെ ഭർത്താവിനെ കുറ്റം പറയും അങ്ങനെയൊന്നല്ല കേട്ടോ. എന്നാലും ചില നേരത്തെ പറയുന്ന ചില വാക്കുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഞാൻ ഇൻട്രസ്റ്റഡ് പോലെ കേട്ടോ ജോലിക്ക് പോകാൻ വേണ്ടി. ഞാൻ ഭയങ്കര മടിച്ചാണ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജോലിക്ക് പോയിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ വീട്ടിലിരുന്ന് ഇങ്ങനെ തിന്നും കുടിച്ചും ശീലിച്ചിട്ട് ജോലിക്ക് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഏട്ടന്റെ മൊത്തത്തിൽ അങ്ങനെ കുറ്റം പറഞ്ഞത് ശരിയല്ല, എന്റെയും കൂടെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അപ്പൊ പക്ഷെ ചില നേരത്ത് ഇങ്ങനെ കേൾക്കുന്ന ചില വാക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ദിവസമൊക്കെ മുഴുവൻ നിന്ന് വീഡിയോ എടുത്തിട്ട് അത് കുറെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട് കേട്ടോ. അയ്യോ കോപ്പിറൈറ്റ് ഒന്നും വരുമാണ്ടിരുന്നാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും കമന്റ്സ് വായിക്കാം അല്ലെ. ഇത് എബിൻ ആന്റണിയുടെ കമന്റ് ആണ്. എനിക്ക് ഈ ഫോണിൽ എന്താ വെച്ചാലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ശരിക്കും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. എബിൻ ആന്റണിയുടെ കമന്റ് ആണ് കേട്ടോ. എബിൻ ആന്റണിയുടെ കമന്റ്: അടിപൊളി, മെസ്സേജിന് ഇങ്ങനെ തന്നെ റിപ്ലൈ കൊടുക്കണം. എന്ത് അഹങ്കാരം, ഈ വീഡിയോസിനൊരു കുഴപ്പമില്ല. എബിൻ, ഞാനങ്ങനെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു കണ്ടന്റ് ആണ് അത് ഈ പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ടാണ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാല് എനിക്ക് സ്വന്തം കാലം നിൽക്കണം. അതെന്റെ ഒരു വാശിയായിട്ടാണ് കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് എന്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. എന്റെ ഹസ്ബൻഡിന് എത്രയും നാളും ഏട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നത് മാത്രമാണ് എനിക്ക് വേറെ ആരും വാങ്ങിച്ചു തരാനില്ല. എന്റെ ഹസ്ബൻഡ് മാത്രം എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നത്. അപ്പൊ എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് കേട്ടോ. പിന്നെ എബിൻ തന്നെ നമുക്കൊരു കമന്റ് വേറെ എക്സ്ട്രാ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാല്, ചേച്ചി ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ച് 2 മണിക്കൂർ വെച്ചാൽ മതി, പാത്രത്തിന്റെ കറ പോകുന്നു പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നണു ഇത് എബിന്റെ വൈഫും മറ്റും ആയിരിക്കും ചിലപ്പോ. കാരണം അല്ലെങ്കിൽ കിച്ചണിലത്തെ കാര്യങ്ങൾ അറിയില്ലല്ലോ. ഇത് എന്തിന്റെ ബേസിലാന്ന് ചോദിച്ചാൽ നമ്മുടെ മീൻ കൂട്ടാന്റെ ചട്ടിയുടെ ഒരു ബേസിലാണ് കേട്ടോ എബിൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തായാലും ഒഴിച്ചേക്കാട്ടാ. ഞാൻ ഇന്ന് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഒഴിച്ചു വെക്കും. ഒഴിച്ച് വെച്ച് സെറ്റ് ആക്കും എന്തായാലും നമ്മുടെ മീൻ ചട്ടി. മീനിന്റെ വില കേട്ടാൽ തല കറങ്ങും. ആധാരം പണയം വെക്കേണ്ടി വരും. ഇവിടെ വീട്ടിൽ കുറേയായി പച്ചമീൻ വാങ്ങിയിട്ട്. നമ്മുടെ സാന്ദ്ര അയച്ചിട്ടുള്ളതുണ്ടോ. സാന്ദ്രയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. പറ്റുന്ന വെച്ചാല് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രാവണി ഫാമിലി വ്ളോഗ്സ് എന്നാണ് സാന്ദ്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. നമ്മള് യൂട്യൂബൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും ഞാൻ പറഞ്ഞത് പായുവിന്റെ ചാനലാണ്. അപ്പൊ നിർത്തി വെച്ചിരുന്ന ചാനൽ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മുടെ സപ്പോർട്ടേഴ്സിലെ ഏറ്റവും വലിയൊരാളാണ് കേട്ടോ സാന്ദ്ര എന്ന് പറയുന്നത്. നല്ല സംസാരം, ഒരുപാട് ഇഷ്ടമായി. കടൽബ്രാലാണെന്ന് തോന്നുന്നു.
ഷെഫീഖ് KM ആണ് അയച്ചിട്ടുള്ളത്. എനിക്ക് ഈ മീനിന്റെ പേരുകളൊന്നും കറക്റ്റ് അറിയില്ല കേട്ടാ. ഞാൻ അറിയാവുന്ന 5-6 മീനിന്റെ പേര് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഞാൻ വേറെ മീനുകൾ കൂടുതൽ ട്രൈ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം മീൻ നന്നാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നന്നാക്കി കിട്ടും. 1 കിലോ വാങ്ങിച്ചാലും 4-5 അയില ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് 1 കിലോ ആവും. പക്ഷെ ചാളയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചാള ഞാൻ വല്ലാണ്ട് വാങ്ങിക്കാറില്ല. പിന്നെ മറ്റുള്ള മീനുകൾ നന്നാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കാനുണ്ട് അല്ലേ. ഇത്തിരി ധൃതി കൂടിയിട്ടാണ്. എബിൻ ആന്റണിയിൽ തന്നെ വേറൊരു കമന്റ് വന്നിട്ടുണ്ടേ. എല്ലാവരുടെയും പേര് വെറൈറ്റി ആണല്ലോ. ഇന്നത്തെ വീഡിയോ നല്ല വീഡിയോ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ട്ടോ. എല്ലാവരുടെയും പേര് വെറൈറ്റി ആണോ എന്ന് ചോദിച്ചാല് എന്റെ പേര് ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. സന എന്നുള്ള പേര്. എന്റെ പേര് നിങ്ങൾക്ക് അറിയോ? പായസ് വ്ലോഗ് എന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ വഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു പേര്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്റെ പേര്. പിന്നെ അമ്മൂനും ഭായിനൊക്കെ പേരിടുമ്പോ ആരാധ്യ എന്നുള്ള പേര് നമ്മുടെ ഐശ്വര്യ റായിയുടെ മോളെ പേരാണ്. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടല്ല ഇട്ടത്. പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ആരാധ്യ എന്നുള്ള പേര് ഐശ്വര്യയുടെ മോളെ പേരാണെന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ തായിന്റെ പേര് വിളി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ വീടിന്റെ കിഴക്കി വീട്ടിലത്തെ ചേട്ടന്റെ അമ്മ വന്നു. ധനേശേട്ടന്റെ അമ്മ വന്നു. ധനേശേട്ടന്റെ അമ്മ വന്നിട്ട് ദിവസം മോൾക്ക് എന്താ പേരിട്ടത്? ആരാധ്യ. ആണോ? അവിടുത്തെ ഉണ്ണിയുടെ പേരും ആരാധ്യാണ് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായത് നിരത്തി ആരാധ്യകളാണ് എന്നുള്ള കാര്യം. പായുവിന്റെ പേര് പിന്നെ എന്റെ ചേട്ടനും ചേട്ടന്റെ വൈഫും ശ്രീമോളും കൂടിയിട്ട് സെലക്ട് ചെയ്തതാണ്. പക്ഷെ അവർ സെലക്ട് ചെയ്ത പേര് വേറെ ആയിരുന്നു. ഈ വേദയ്ക്ക് മുന്നേ വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ടായിരുന്നു. ലക്ഷ്മി വേദ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ല. അവർ കുറെ ലിസ്റ്റ് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തതാണ്. ആ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേദ മാത്രം ഞാനിവിടെ എടുത്തു. പക്ഷെ വേദ എടുത്തപ്പോൾ കുറച്ച് പ്രോബ്ലംസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എന്തായാലും അമ്മൂടെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്തത് ഹിസാന TP. ചേച്ചിയുടെ അഹങ്കാരാണ് എനിക്ക് ഇഷ്ടം. എടാ അഹങ്കാരം ഒന്നും ഇല്ല. പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ പലതും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ടിക്ടോക്ക് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പൊ നമ്മൾ റീൽസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാവരും എൻ്റെ അടുത്ത് കുറെ പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ അവർ പറയാറുണ്ട് ഭയങ്കര അഹങ്കാരാണ് എന്ന്. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ് അപ്പുറത്തെ ആള് പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ അറിയാറുണ്ട്. പക്ഷെ ആക്ച്വലി എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല. ചിലപ്പോ ഞാൻ എല്ലാവരും കണ്ടാലും ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എനിക്ക് ടെൻഷനാണ് സത്യം പറഞ്ഞാൽ. സത്യം പറയാൻ എനിക്ക് ഭയങ്കര ടെൻഷനാ. നമ്മളിപ്പോ ഒരാളിപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കണോ, ഓപ്പോസിറ്റിൽ നിന്ന് ഒരാൾ വരുമ്പോ ചിലപ്പോ എന്നെ അറിയാത്ത ആളായിരിക്കും. എന്നാലും ഞാൻ ചിരിക്കും. അവരും തിരിച്ച് ചിരിക്കും. അത് പരിചയത്തിന്റെ പേരിലല്ല. അതെന്തോ അങ്ങനെ ആയിപ്പോയി. ഞാൻ വണ്ടി ഓടിച്ച് സ്കൂളിലേക്ക് പോവുകയാണെങ്കിലും നിരത്തി എന്റെ ഓപ്പോസിറ്റ് വരുന്ന എല്ലാവരോടും ഞാൻ ചിരിച്ചിട്ടേ പോവുള്ളൂ. അതെന്തോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാലത്ത് തന്നെ ഒരാൾക്ക് കൊടുക്കണ ഒരു ചിരി എന്ന് പറഞ്ഞത് നമ്മൾ മുഖം ഇങ്ങനെ വീർപ്പിച്ച് കാണിക്കുന്നതും ഒന്ന് ചിരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അടുത്തത് പായു പഠിച്ചില്ലെങ്കിൽ അതുകൊണ്ട് കൊടുത്തോന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? എബിൻ തന്നെയാണ്. എബിൻ ഇന്ന് കുറെ കമന്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസില്. എബിന്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് ഇപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാല് ക്ഷമിക്കുക. അതല്ല വേറൊരു പേരാണ്. വൈഫൈക്കാണ് യൂസ് ചെയ്യണേന്ന് വെച്ചാല് ഒന്ന് പറയൂട്ടോ അബി എല്ലാവരുടെയും. പിന്നെ ഇന്നത്തെ വീഡിയോ അത് വീണ്ടും ഓക്കെ. കുറച്ച് നാളികേരം അയച്ചു തരുമോ? ഹിമ ചോദിച്ചിട്ടോ എന്റെ ഹിമക്കുട്ടിയെ. നാളികേരം അയച്ചു തരാന്നൊക്കെ പറഞ്ഞാല് ഞാൻ ഇങ്ങനെ അയച്ചു തരാ. പിന്നെ നാളികേരം എന്റെ മാത്രം സ്വന്തമല്ല കേട്ടോ. നാളികേരം എന്റെ മാത്രമൊന്നല്ല, എന്റെ സ്വന്തേ അല്ല. ഈ പറമ്പൊക്കെ കെടുക്കണത് എന്റെ കെട്ടിയോന്റെ ചേട്ടന്റെ ഒക്കെയാണ്. പാർട്ടിഷൻ പോലും നമ്മുടെ അവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ കെട്ടിയോന്റെ ചേട്ടന്റെ പേരിലല്ല, അവരുടെ അച്ഛന്റെ പേരിലും അമ്മയുടെ പേരിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ഒരു അധികാരമില്ല. അടുത്തത് ആഷി. ഇത് സ്വന്തം വീടല്ലേ? ആടാ, ഇത് സ്വന്തം വീടാണ് കേട്ടോ. ഇത് എന്നെ എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ 9 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇതിന്റെ മുകളിലത്തെ നിലയിൽ കയറിയിട്ട് നനച്ച്, അതായത് ഇത്രയും വലിയ വയറും വെച്ചിട്ട് ടോപ്പ്, അതായത് ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിൽ കയറിയിട്ട് നനച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ തന്നെ സ്വന്തം വീടാണ് കേട്ടോ. പായുവിന്റെ കാര്യം പറഞ്ഞത്, പായുവിന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഈ വീട് വന്നിട്ടുള്ളത്. അത് ഞാൻ ഏട്ടനോട് എപ്പോഴും പറഞ്ഞൊരു കണക്കാണ് കേട്ടോ. പിന്നെ വീട് ഞാൻ പറയില്ലോ, ഏട്ടനോട് തല്ലുവിടുമ്പോ പറയും ഏട്ടൻ വേണമെങ്കിൽ പൊക്കോ വീട് തന്നാ മതി എന്ന് ഞാൻ പറയും കേട്ടോ. അപ്പൊ ഏട്ടനോട് പറയുന്ന ആ ഒരു ഇതിൽ കണക്ക് പറയുന്നത്, ഞാൻ ഈ വയറ് വെച്ചിട്ടാണ് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ക്യൂ നിന്നോടുന്നത് എന്ന് പറയും. അതും എന്റെ കണക്കിൽ വരുന്നതാണ്. ഈ വീടിന്റെ പ്ലാൻ അപ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഞാനാണ്.
പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനാണ്. ഇത് കെട്ടിയൊന്നും ഒരു റോളില്ല, ആകെ ഈ ഒരു റോള് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കേൾക്കുമ്പോ എനിക്ക് ഇന്ന് കിട്ടും. ജസ്ന നിധിൻ, കൺഗ്രാറ്റ്സ് പായു. എന്റെ അനിയത്തിയാണ് കേട്ടോ ജസ്ന, തക്കുടുവിന്റെ വൈഫാണ്. അപ്പൊ അവള് കമന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇന്ന് വരേണ്ട വീഡിയോയില് അവരുടെ വീട് വരേണ്ടതായിരുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ തള്ളി നാളേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അടുത്തത് പാറൂസ് രുചി, ഹാർട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ പാറൂസ് രുചി എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റയിൽ തന്നെയാണ്. ശരിക്കും ഇവരൊക്കെയാണ് കേട്ടോ ഞാൻ യൂട്യൂബ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എനിക്ക്. രഞ്ജിനി വിനോദ് സെയിം ഇൻസ്റ്റയാണ് കേട്ടോ. രഞ്ജിനി ചേച്ചിയാണെങ്കിലും ഹാർട്ട് അടിച്ചിട്ടുണ്ട്. രേഷ്മ വാനിയെന്ന അങ്ങനെയാണോ കേട്ടോ പേര്? രേഷ്മ വാനിയെന്നാണ് പേര്. ഇതിൽ അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. സൂപ്പറിന് അടിച്ചിട്ടുണ്ട്. ജിഷ, എല്ലാ ഹോൾ വീഡിയോ ഇടണം. എടാ ഹോൾ വീഡിയോ ഇടാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാഞ്ഞത്. ആകെ 2 പാത്രമുണ്ട്, ഒരു മുറിക്കണ ഒരു പാത്രമുണ്ട്. ഇത് വെച്ച് ഞാൻ എന്ത് ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഹോൾ വീഡിയോ ആക്കിയിട്ട് ചെയ്യാഞ്ഞത് കേട്ടാ. അതിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിക്കയറ്റി ഇട്ടത്. രഞ്ജിത്ത് പിന്നെ സ്ഥിരം ഹാർട്ടിന്റെ ആളാണ്. സാന്ദ്ര വീണ്ടും അടിച്ചിട്ടുണ്ട്, നല്ല റിപ്ലൈ തന്നെയാണ്. സ്വാതി രജീഷ് ഹാർട്ട് അടിച്ചിട്ടുണ്ട്. അശ്വതി സുജിത്ത് ഹാർട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ വൃന്ദ മുരളി, തൃശ്ശൂർ എവിടെയാണ് വരിക? തൃശ്ശൂർ നമ്മൾ ചേറ്റുവയാണ് ഇടാ. അറിയോ ചേറ്റുവ? ഷാ ഇന്റർനാഷണലൊക്കെ നമ്മുടെ അടുത്താണ് വരുന്നത്. മഹേഷ് മിലൻ, ഹായ്, എൻ്റെ വീട് വാടാനപ്പള്ളി ഗണേഷ് മംഗലം. വീട് എവിടെയാ? സൂപ്പർ വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചേറ്റുവയാണ് കേട്ടോ. മെർലിൻ മാത്യു, മെർലിന്റെ കമന്റിന് ഉള്ള റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയില് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക്സ് ഫോർ ഷെയറിംഗ് ദ വീഡിയോ. ട്രൈ ടു ആഡ് മോർ യൂസ്ഫുൾ വെറൈറ്റീസ്. ഡു നോട്ട് ആഡ് ചെറി വെറൈറ്റീസ്. ഐ തിങ്ക് ദ അൺനോൺ വെറൈറ്റീസ് ഷോൺ വാസ് അതന്നെ ബറാബറിയാണ് കേട്ടോ. അത് ഞാൻ പേര് മറന്നുപോയി. പിന്നെ എബിയു സ്മോൾ അതെല്ലാം തോന്നുന്നു, വേറെ ഏതൊരു സംഭവമാണ്. എബിയു നമ്മുടെ ബാക്കിൽ നിൽക്കണ വലിയ ഇതില്ലേ, അതാണ് എബിയു. ഇത് എബിയു എല്ലാം തോന്നുന്നു. ചേച്ചി ഇരുമ്പാമ്പുളി ഒരുപാട് യൂസ് ചെയ്യരുത്, കിഡ്നി പ്രോബ്ലം ഉണ്ടാവുമെന്ന് പറയുന്നു. അത് ശരിയാണ് കേട്ടോ, ഞാനും കേട്ടിട്ടുണ്ട്. ഇരുമ്പാമ്പുളി അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇവിടെ. പക്ഷെ നമ്മുടെ വീട്, അതായത് ഇത് തറവാടാണ് കേട്ടോ. ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് തോന്നുന്നു 1 or 2 ഇരുമ്പാമ്പുളിയുടെ മരം ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ചേട്ടന്റെ വീട് വെക്കുന്ന സമയത്ത് അത് മുറിച്ചു കളഞ്ഞു. ഞാൻ ക്യാമറയിൽ എവിടേക്കാണ് നോക്കണം, ഞാൻ നേരെയാണ് നോക്കണം. സത്യത്തിൽ നമ്മുടെ ക്യാമറ ഈ സൈഡിലാണ്. ക്യാമറ വെച്ചാല് മറ്റേ ക്യാമറ ഒന്നും അല്ലാട്ടാ, നമ്മുടെ മൊബൈലിന്റെ ക്യാമറ ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തത് എന്താണ്? പഞ്ചാര മണലിലൂടെ. ഓക്കെ വീഡിയോസ് കാണാറുണ്ട്. ഞാനും നാഷണൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. സനിയും സൗമ്യയും ഒന്നിച്ചല്ലേ പോയിരുന്നേ, എനിക്ക് ഓർമ്മയുണ്ട്. ആണോ? സൗമ്യനെ അറിയാല്ലേ? അപ്പം ഞാനും സൗമ്യയുടെ അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 7ാം ക്ലാസ് ഒരുമിച്ചാണ് പോയിരുന്നേന്ന് തോന്നുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോണതും വരുന്നതും ഒക്കെ ഒരുമിച്ചായിരുന്നു. അടുത്തത് രച്ചൂസ് വ്ളോഗ്. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ് കേട്ടോ. നമ്മുടെ രശ്മി രമേശ് ഇല്ല എന്ന് വെച്ചാല് നമുക്ക് ഇന്ന് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം രശ്മി എന്നിങ്ങനെ ഉന്തിത്തള്ളിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പൊടി തട്ടി എടുക്കണത്. അല്ലാന്ന് വെച്ചാല് കമന്റ് പോയതാണ് കേട്ടോ നോക്കണത്. അല്ലാന്ന് വെച്ചാല് ഞാൻ ഒരിക്കലും ഈ യൂട്യൂബ് ചാനൽ കുത്തിപ്പൊക്കി എടുത്തു കൊണ്ടുവരില്ല കേട്ടോ. രശ്മി എനിക്ക് ഞങ്ങൾ അങ്ങനെ കോണ്ടാക്റ്റും കാര്യമൊക്കെ നമ്മുടെ ഇൻസ്റ്റയാണ് കേട്ടോ. കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് വീഡിയോസ് കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ രശ്മിക്ക് ചാനലുണ്ടെന്നോ അപ്പൊ എന്നോട് പറഞ്ഞു നീ ചെയ്യടി എന്ന് പറഞ്ഞിട്ട് രശ്മി തന്ന ആ ഒരു എന്താ പറയാ ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു മൊബൈലിൽ പിടിച്ച് കമന്റ് വായിക്കാൻ പോലും കാരണം എന്ന് പറഞ്ഞത്. ശരിക്കും ഞാൻ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ രശ്മിയുടെ അടുത്തും ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിന്. അതിന് സങ്കടം വന്നു. രഞ്ജിത്ത് പായിമ്പയ്ക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. സിമി സൈമൺ, എനിക്ക് ആ ഡ്രസ്സ് എടുക്കാൻ വന്ന കുട്ടിയുടെ നമ്പർ തരുമോ? ആ കുട്ടിയോട് ചോദിച്ചു നോക്ക്. എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, അത് കൊടുക്കാനാണ്. സിമി, എനിക്ക് എങ്ങനെയാ നമ്പർ ഇതിൽ കൂടെ തരാൻ പറ്റാം കുട്ടിയുടെ? പിന്നെ ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു നോക്കട്ടെ, വേണോ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. എനിക്കറിയില്ലല്ലോ വേണോ എന്നുള്ള കാര്യം. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ട്, ഞാൻ അവള് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കുട്ടിയാന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെയാണ് സംസാരിക്കുക.
നമ്മളങ്ങനെ പേര് വിളിച്ച് സംബോധന ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. അതൊരു റെസ്പെക്ട് ഇല്ലായ്മയല്ല, അങ്ങനെ കരുതരുത് കേട്ടോ. നമ്മുടെ ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കണതേ. അപ്പൊ ഞാൻ എന്തായാലും ആളോട് ചോദിച്ചിട്ട് പറയാം കേട്ടോ. എനിക്ക് സിമി ഒരു കാര്യം ചെയ്തു. സിമിക്ക് ഇൻസ്റ്റ ഉണ്ടെന്ന് വെച്ചാല് ഇൻസ്റ്റയിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. പറഞ്ഞിട്ട് വരുന്ന ഒരു കള്ളക്കണ്ണ് രശ്മിയാണ് കേട്ടോ അയച്ചിട്ടുള്ളത്. അതെന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പറഞ്ഞിട്ട് വരുന്ന ഒരു കള്ളക്കണ്ണിന്റെ നീ എന്തോ ഉദ്ദേശിച്ചെന്ന്. ചിരി ഒരു സുഖമില്ല ബൈ പായുമ്പ പത്മനാഭൻ. അത് ശരിയാണ് കേട്ടോ. പായുമ്പ ഇടയ്ക്കിടയ്ക്ക് ട്രോളും. പായുമ്പ മാത്രല്ല കേട്ടാ, അമ്മൂട്ടി ഭയങ്കരമായിട്ട് ട്രോൾ വരുന്നുണ്ട്. അമ്മൂട്ടി ചില നേരത്താണ് ഞാനും ഏട്ടന് നമ്മള് നാലാളും കൂടെ ഒക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഇറക്കി സംസാരമൊക്കെ ഉണ്ടാവുമ്പോ അമ്മൂട്ടി ഒരു ഒറ്റ അടി അടിക്കും. നമ്മളുണ്ടല്ലോ ചിരിച്ച് മരിക്കും. അങ്ങനെയാണ്. എവിടെ നിന്ന് അവൾക്ക് ആ ഒരു സ്പോട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം കിട്ടണെന്ന് അറിയില്ല. ഞാൻ ഏട്ടനൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. അടുത്തത് ഫർജ സമദ്. അപ്പൊ റെന്റ് ഹൗസ് ആണോ ഇത്? അയ്യോടാ അല്ലല്ല, ഞാൻ സ്വന്തമായി വയറ് വില്ലേജ് ഓഫീസ് മകള് സ്വന്തം വീടാണ് കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയില് സ്വന്തമായിട്ടൊരു ഭൂമി പോലും ഇല്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? ഇപ്പൊ നിങ്ങൾക്കൊരു വീടുണ്ടായിരിക്കും. നിങ്ങൾ താമസിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ജോലിയെടുത്ത് പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്ടിലായിരിക്കും. കൂടുതലും അങ്ങനെയാണ്. കൂടുതലും അതായത് ഇപ്പൊ ഒരു 100 എടുക്കുകയാണെങ്കിൽ അതിലൊരു 75-80% ഉള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു ഭൂമി ഇല്ല എന്ന് പറഞ്ഞത് ഇപ്പൊ എന്റെ പേരിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഭൂമി ഇല്ല. ഇതെന്റെ ഹസ്ബൻഡ് പണിത വീടാണ്. മനസ്സിലായോ? ആൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ട് പണിത വീടാണ്. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. പിന്നെ ഞാൻ ജനിച്ച വീട് എന്ന് പറയുന്നത് അത് എൻ്റെ അച്ഛൻ്റെ വീടാണ്. അവിടുത്തെ അച്ഛനില്ലാത്തതുകൊണ്ട് അതിന്റെ അവകാശം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോ പിന്നെ എനിക്ക് ഇവിടെ സ്വന്തമായിട്ട് വീട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് സ്വന്തമായിട്ടുള്ളത് എൻ്റെ 2 മക്കളാണ്, അപ്പുറത്തിരിക്കുന്ന 2 പിള്ളേര്. അതല്ലാതെ പിന്നെ എൻ്റെ പേരിലൊരു വണ്ടിയുണ്ട്, ഒരു സ്കൂട്ടർ. അതും എൻ്റെ സ്വന്തമാണെന്ന് പറയാം. പക്ഷെ പൈസ കൊടുത്തത് അതും ഏട്ടനാണ്. അപ്പൊ അതിനെ പറയാൻ പറ്റില്ലല്ലോ. സന നിന്റെ കയ്യിലെ ടാറ്റു കാണിക്കൂ. രശ്മിയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ടാറ്റു നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ അടുത്ത് വന്ന് കാണിച്ചുതരാം. ഇതാണ് കേട്ടോ. ശരിക്കും ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഓമും ഉണ്ട്, അതുപോലെ തന്നെ ഗണപതിയും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കയ്യിലത്തെ ടാറ്റു. അപ്പോ ഇതൊക്കെയാണ് ഇന്നലത്തെ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റ് കേട്ടോ. അടുത്തത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കമന്റ് ആണ് കേട്ടോ. എന്താണ്? സാൻസ് ജിനദേവ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ചുമ്മാ വളിച്ച വീഡിയോ. ചേട്ടാ ഞാനൊരു വളിപ്പത്തിയാണ്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കും അറിയാം. ഞാൻ ഭൂലോക വളിപ്പത്തിയാ. എന്ത് ചളി അടിച്ചു വിടാന്നറിയോ? അപ്പൊ ആ ചളീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കുറച്ച് പേരെങ്കിലും നമ്മുടെ ഫാമിലിയിലുള്ളത്. അതായത് എന്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരില്ലേ, അവർക്ക് എന്റെ ചളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ. നമ്മളൊരു സൈഡിൽ കൂടെ ഇങ്ങനെ ജീവിച്ചു പോവാ. ചേട്ടനെ കാണണ്ട വെച്ചാല് ചേട്ടൻ ബ്ലോക്ക് ചെയ്ത് പൊക്കോളൂ. ഒരു വിഷമമില്ല കേട്ടോ. അടുത്തത് വി വ്ളോഗ്സ്. ഒറ്റ ഡയമണ്ട് പോലും ഇല്ലാത്ത ഞാൻ ബിജു എണ്ണ വാങ്ങി തരില്ല, ഡയമണ്ട് ഗോൾഡ് വേണേൽ മേടിച്ചെന്ന് പറയും. ഇത് നമ്മുടെ ഡയമണ്ടിന്റെ വീഡിയോയുടെ കമന്റ്സ് ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി വിജയ് ഞാൻ കമന്റ് റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ്. വിജയ് നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് വന്നിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ. വിജയ്ക്ക് ഓൾറെഡി ഒരു വി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട്. നമ്മുടെ രശ്മിക്ക് ചാനലുണ്ട്. ഇവർക്കൊക്കെ യൂട്യൂബിൽ ചാനലുണ്ട്. നിങ്ങൾ അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോ ശരിക്കും ഡയമണ്ട് വാങ്ങിക്കുന്നത് നമുക്ക് നഷ്ടമാണ് കേട്ടോ. കാരണം അത് ഗോൾഡ് അല്ലല്ലോ. ഞാൻ പറഞ്ഞ പൊട്ടത്തനാണെന്ന് എനിക്ക് അറിയില്ല. 18 കാരറ്റ് അല്ലേ വരുന്നത്. നമ്മൾ അത് കൊടുക്കുമ്പോൾ ഡയമണ്ടിന്റെ പൈസ ആണെന്നുകൊണ്ട് നമുക്ക് കിട്ടാം. ഗോൾഡിന്റെ പൈസ കിട്ടുമെന്ന് എനിക്ക് കിട്ടായിരിക്കും, കുറച്ചൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഗോൾഡ് ഇപ്പം നമ്മൾ 1 പവൻ എടുക്കുന്നുണ്ട് എന്ന് വെച്ചാല് ഇപ്പൊ ഒരു പവൻ 50,000 ആണെങ്കിൽ ഈ നമ്മളെ ഒരു ഡയമണ്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടിക്ക് പൈസ വരും. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സംഭവം. ഉദ്ദേശം വന്നത് ഞാനൊരു മൂക്കുത്തി എടുത്തു. ആ മൂക്കുത്തിക്ക് സാധാരണ മൂക്കുത്തിക്ക് വില വരുന്നുണ്ടായിരിക്കാം ഒരു 3000-4000 രൂപയ്ക്ക് ആവും വരുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ അതിലൊരു ഡയമണ്ട് കുത്തി കയറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ അത് 14,000 ആയിട്ട് മാറും. അത്രയാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം. അടുത്തത് ജിജേഷ് അപ്പു. ചേച്ചി ജിജേഷ് അപ്പു അക്കൗണ്ട് ശനിയാണ് പറഞ്ഞത്. എനിക്ക് നല്ല സന്തോഷമായി അതിന് മറുപടി പറഞ്ഞപ്പോ. ആടാ ഞാനപ്പോ ആ കമന്റ് ഞാൻ റിപ്ലൈ തന്നില്ലേ മോൾക്ക്. ഞാനത് എനിക്ക് ജിജേഷ് അപ്പു എന്നുള്ള അക്കൗണ്ട് നമുക്കിവിടെ എഴുതി കാണിക്കുന്നത് അങ്ങനെയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ പൊങ്ങച്ചം?
വിസ്റ്റു അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, വിസ്റ്റു. എന്നെ ചേച്ചി, എനിക്ക് പൊങ്ങച്ചം കാണിക്കാൻ, ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, പൊങ്ങച്ചം കാണിക്കാൻ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കടപ്പാടം പോലും ഇപ്പോ എന്താ പറയാ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ തന്നെ പറയാം. ഇപ്പോ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണം വെച്ചാല് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കിട്ടണം. എനിക്ക് നല്ലൊരു ഭക്ഷണം, അതായത് ഞാൻ വെക്കാത്തൊരു ഭക്ഷണം പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കണം വെച്ചാല് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പോയി ഞാൻ കഴിഞ്ഞിട്ടണം. അല്ലെങ്കിൽ എനിക്കൊന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പോയിട്ട് പെർമിഷൻ ചോദിക്കണം. ഇതിൽ ഞാൻ എവിടെയാണ് അഹങ്കരിക്കേണ്ടത്? നമുക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും വേണമല്ലേ? അപ്പൊ എനിക്കൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ഞാൻ, എനിക്ക് കുറച്ചെങ്കിലൊക്കെ അഹങ്കരിക്കാം. അറ്റ്ലീസ്റ്റ് പറയാം ഞാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണെന്നുള്ള കാര്യമെങ്കിലും പറയാം. അങ്ങനെ പറഞ്ഞ് എനിക്ക് അഹങ്കരിക്കാലോ? ഒന്നുമില്ല ചേച്ചി, ബിഗ് സീറോ ആണ്, ബിഗ് സീറോ. അതിലെനിക്ക് അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം കേട്ടോ. ഞാനത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിട്ട് പോണ ഒരാളാണ്. എനിക്ക് കുറെ എന്റേതായ കുറെ കോംപ്ലക്സുകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രശ്മിമാൻ്റെ ഡെയിലി തല ഞാൻ നനയ്ക്കാറില്ല, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ശീലിച്ചു തുടങ്ങിയതാ. ഡെയിലി തല നനയ്ക്കേണ്ട ആവശ്യമില്ലടാ. ഞാൻ ഇന്നലെ എണ്ണയൊക്കെ പോത്തി കണ്ടില്ല, ഇപ്പോഴും എൻ്റെ തലയിൽ എണ്ണയൊക്കെ ഉണ്ടാവും. ഞാൻ ഇന്ന് ഷാമ്പൂട്ട് കളിക്കി കളഞ്ഞു കേട്ടോ. കാരണം ഇന്നലെ ഞാൻ പായിന് വയ്യാന്ന് പറഞ്ഞില്ലേ, പായിനെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടടാ. എനിക്ക് തലയുണ്ടല്ലോ, ഇത് നമ്മളിപ്പോ എങ്ങനെയല്ലേ കസരയും ഇരിക്കാം, എനിക്ക് തല ഒന്നും ഇങ്ങനെ ആക്കാൻ പറ്റണില്ലേ, ഇങ്ങനെ ആക്കാൻ പറ്റണില്ലേ, ഒന്നിനും പറ്റണില്ല, ഭയങ്കര പെയിൻ. ഞാൻ എന്നിട്ട് കയ്യൊക്കെ ഇങ്ങനെ ഇട്ട് വീശി 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 എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങടാണ് വേദന എടുക്കാം. അപ്പൊ ഇങ്ങനെ വീശും ഇങ്ങനെ വീശും, ഇങ്ങനെ വീശും ഇങ്ങനെ വീശും, അങ്ങനെ വീശി വീശി കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം കിട്ടി. പറ്റില്ല കേട്ടോ, എണ്ണ തേച്ച് കുളിക്കാൻ തീരെ പറ്റില്ല. നീ ചപ്പാത്തി പരത്തുന്ന കാണുമ്പോൾ കൊതിയാകുന്നു, വിച്ച് ചേച്ചി പറഞ്ഞാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മ ഭയങ്കരമായിട്ട് ചപ്പാത്തി പരത്തുന്ന ആളാ. അമ്മ എങ്ങനെയെന്ന് അറിയോ, ആര് വേറെ ഒരാളെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി പരത്തുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിരുന്നു. അതായത് ഈ കൈ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് മൊബൈല് ഇങ്ങനെയല്ല, ചപ്പാത്തി നമ്മൾ കോല് ഇങ്ങനെയല്ലേ പിടിക്കാം. അപ്പൊ ഈ കോല് ഇവിടെ ഇങ്ങനെയായിരിക്കും പിടിക്കാം. അതായത് ഒരു കൈ ഇങ്ങനെ കോലുമ്പോൾ മുറുക്കിയും പിടിക്കും, ഒരു കോല് ഇങ്ങനെ ആയിരിക്കും പിടിക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ അത് അഞ്ചാ റൗണ്ട് അടിച്ച് വരും. അങ്ങനെ പറഞ്ഞതാണ് എനിക്ക് അറിയുള്ളൂ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ചേച്ചി ഡയറ്റ് ഓക്കെയാണ്, നല്ല മാറ്റം ഉണ്ടെന്ന് ആണല്ലേ? ആരാ പറഞ്ഞത്? എബിൻ ആന്റണി തന്നെയാണ് കേട്ടോ പറഞ്ഞത്. എബിൻ, എനിക്ക് എബിന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ഒന്ന് പറ്റൂച്ചാല് അടുത്ത ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. രച്ചൂസ് വ്ലോഗ്, അതെ രശ്മി, ചപ്പാത്തിക്ക് പരിപ്പ് കറി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടില്ല. അടിപൊളിയാണ്, അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. നീ ചപ്പാത്തി കറക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് പറയാമോ ചേച്ചി? നോയിഡ് ബീവർ ആണ് കേട്ടോ കമന്റ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞില്ല, ആരോ വേറെ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഡയറക്റ്റ് ഗ്യാസിലേക്ക് ചപ്പാത്തി ഇടാൻ പാടില്ല, ഗ്യാസ് ഏതിൽ നിന്നാണ് വരുന്നത് എന്ന് അറിയാമോ? ആരിഫു, സോറി കേട്ടോ, ഞാൻ ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് നമ്മുടെ അക്ക മഹാദേവി എന്ന് പറഞ്ഞിട്ട് അമ്മൂൻ്റെയും ബായിൻ്റെ ഒരു ടീച്ചർ ഉണ്ട്, പണ്ട് സ്കൂളിൽ ഉണ്ടാകാൻ, ഇപ്പൊ ഇല്ല കേട്ടോ ടീച്ചറും. അപ്പൊ ടീച്ചർ എന്നെ ഫോൺ വിളിക്കല്ല, മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞായിരുന്നു, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന്. ഞാൻ ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാലേ, നമ്മുടെ വീട്ടിൽ എന്നും അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുക, അത് ആദ്യമേ പറയാം, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാം. സോറി. അത് എൻ്റെ അമ്മായിയുണ്ട്, മീനമ്മായി ചപ്പാത്തി ചുടുമ്പോ അമ്മായി ഇങ്ങനെയാണ് ആക്കാറ്. അങ്ങനെ കണ്ട് ഞാൻ പഠിച്ചതാണ്. നമ്മുടെ വീട്ടിലുള്ളവര് ഓരോന്ന് ചെയ്യണത് കണ്ട് നമ്മൾ പഠിക്കാറുണ്ടല്ലോ, അങ്ങനെ കണ്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ തെറ്റാന്ന് പറഞ്ഞു അത് ഞാൻ അംഗീകരിക്കണോ? ആരും അത് അനുകരിക്കണ്ട. ചപ്പാത്തി വീർക്കണ പോലെ വീർത്താൽ മതി, ഇങ്ങനെ ബബിള് പോലെ വന്നാൽ മാത്രമേ ചപ്പാത്തി തിന്നാൻ പറ്റൂന്നൊന്നുമില്ല. അപ്പൊ ആരും അതങ്ങനെ ചെയ്യരുത് കേട്ടോ. നീ കേട്ടിരിക്കുക എന്ത് രസമാണ് എന്ന് അറിയോ? സൂപ്പർ. ഹിമക്കുട്ടിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിട്ടുള്ളത്. താങ്ക് യു ഡാം. ഗ്രീഷ്മ വിനോദ്, ചേച്ചിയുടെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഒരു റിലാക്സ് വൈബ് തോന്നും. ഗ്രീഷ്മ വിനീത് 8721. എനിക്ക് സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ. അല്ലാതെ എന്താ പറയാ. ഷീല, പരിപ്പ് കറിയിൽ വറുത്തിടൽ കഴിഞ്ഞ് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് നന്നായി ഇളക്കി യോജിപ്പിച്ചു നോക്കും, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, അടുത്ത ട്രൈ ചെയ്യാട്ടോ. അടുത്തത് എനിക്ക് വന്ന ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഞാൻ നമ്മുടെ എനിക്ക് തോന്നുന്നു
അമ്മൂട്ടിനെയാന്ന് തോന്നുന്നു ഗോമോദകം എന്നാണ് ഞാൻ പറഞ്ഞത്. ഗോമോദകം അല്ലാട്ടാ. ആര് രണ്ടുപേര് ഗോമോദകം. ഗോമോദകല്ല, ഗോമേതകാണ്. അതായത് സ്റ്റോണിന്റെ പേര് ഗോമേതകം എന്നാണ് കേട്ടോ. കൊലുസ് ഏതാ മോഡൽ? വിനയ് വാസു. കൊലുസ് ഏതാ മോഡലിന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ അതിന്റെ പേരൊന്നും അറിയില്ല. നമ്മൾ എടുക്കേണ്ടത് ഇഷ്ടമാണ് എടുക്കണം പോരുന്നു, അങ്ങനെയുള്ളൂ. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കാറില്ല. രഞ്ജിത്ത് 3-4 ലവ് ചിഹ്നം അടിച്ചിട്ടുണ്ട്. ജാൻസി ജോയ്, ചേച്ചി ലുക്കിയും ജോർജസ് ബ്യൂട്ടി സീക്രട്സ് പറയും, കണ്ണ് കിട്ടാതിരിക്കട്ടെ, ലവ് യു. ഞാൻ അപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കളിയാക്കാണോന്നല്ലേ. ഞാൻ അങ്ങനെ ബ്യൂട്ടി സീക്രട്സ് ഒന്നും ഇല്ലാത്ത ഒരാളുണ്ടാവും. വല്ലപ്പോഴും ഭയങ്കര ആഗ്രഹം തോന്നുന്നു, ഞാൻ ഭയങ്കരമായിട്ട് എന്തോ കോമാളി പോലെയായിട്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ടാൻ അടിക്കും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് എൻ്റെ. അപ്പോൾ നമ്മളങ്ങനെ എന്താ സൺസ്ക്രീമും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വല്ല നമ്മുടെ മഞ്ഞപ്പൊടിയോ അരിപ്പൊടിയോ തൈരോ അതൊക്കെ എടുത്തിട്ടു. പക്ഷെ തൈര് ഇട്ടായിരിക്കും ഉണ്ടാവുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഈ കപ്പൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. മൃദുല ലവ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ സഹിയ സൂര്യ ലൈക്ക് അടിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് സെസ്റ്റ് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഷാനി ചേച്ചി ഇതുപോലെ നമ്മുടെ ഭയങ്കര സപ്പോർട്ടറാണ് കേട്ടോ. ഷാനി ചേച്ചി ഇപ്പൊ ഭയങ്കര തിരക്കിലാണ്. വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കിലാണ്. അപ്പൊ എന്റെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവരോടൊന്ന് സംസാരിക്കാൻ സമയം കിട്ടാറില്ല. ഇടയ്ക്ക് വിചാരിക്കും എല്ലാവർക്കും ഒന്ന് വിളിക്കണം. പക്ഷെ ഞാൻ എന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഡെയിലി കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ എടുക്കുന്നതൊക്കെ മൊബൈലിൽ തന്നെ ആയതുകൊണ്ടേ എനിക്ക് അങ്ങനെ വിളിച്ചിരിക്കാൻ സമയം കിട്ടാറില്ല സത്യത്തിൽ. ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാണ്. മറ്റേത് ഞാൻ വെറുതെ ഇരുന്ന് നേരം പോയിക്കൊണ്ടിരിക്കുകയാണോ. ഇപ്പൊക്ക് സമയമില്ല. ഭയങ്കര ബിസി ആയിപ്പോയി. സ്വാതി രജീഷ്, സ്വാതിനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. സ്വാതി പല വീഡിയോയിലും, ഒട്ടുമിക്ക വീഡിയോയിലും സ്വാതിയുടെ ലൈക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഷമീർ MS ലവ് അടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ചേച്ചിയെ. ജിജെ ഷപ്പു താങ്ക് യുടെ മുത്തുമണി. വിമല മോഹനെ ഗുഡ് അടിച്ചിട്ടുണ്ട്. നവനീത് നമ്മുടെ അങ്ങ് അയ്യോ എന്തായിരുന്നു വിശാഖപട്ടണത്തിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. ഹെയർ കെയർ വീഡിയോ ചെയ്യുമോ? കാത്തു ആതിര, എന്റെ കാത്തുകുട്ടി, ഞാൻ ഹെയർ കെയറിന്റെ വീഡിയോ എന്നോട് ഇഷ്ടം പോലെ വരായിട്ടുണ്ട് ചോദിക്കണോ. ഞാൻ ചെയ്യാന്നോട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് മാത്രം ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഇടയിൽ കുത്തിക്കയറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഞാൻ ഡെയിലി ഹെയർ കെയർ ചെയ്യുന്ന ഒരാളല്ല. എന്നാലും ചെയ്യുന്ന ദിവസത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, ഇതുപോലെ എണ്ണയൊക്കെ തേക്കുന്ന ദിവസത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് തരാം കേട്ടോ. മഹേഷ് മിലൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സെയിം കമന്റ് തന്നെ. ഷീല ചേച്ചി ചപ്പാത്തി ഡയറക്റ്റായി ഗ്യാസിലേക്ക് കാണിക്കേണ്ട കേട്ടോ, ഹെൽത്തിന് നല്ലതല്ല. ആ ചേച്ചി ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ജസ്ന നമ്മുടെ അനിയത്തിയാണ്. മറ്റേ ബട്ടർഫ്ലൈയുടെ റിംഗ് ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ട് രേഷ്മ കമന്റ് അടിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു നല്ല വീഡിയോ, താങ്ക് യു. അല്ലൂസ് വേൾഡ് ആണ് കേട്ടോ, നല്ല പേരിട്ടു അല്ലൂസ് വേൾഡ്. നമ്മുടെ ഏട്ടന്റെ അമ്മയുടെ മോളെ പേരാണ് അല്ലുമോൾ എന്നാ വിളിക്കാം. അടുത്തത് രേഷ്മ വാണിയൻ, സോറി ചേച്ചി കുറച്ച് തിരക്കായി പോയി, അതാ വീഡിയോ കാണാൻ വൈകിയത്. അതാ കുഴപ്പമില്ലടാ, എനിക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോട് എപ്പോഴും കമന്റ് ചെയ്യാൻ പറയുന്നത് എന്താണെന്നറിയോ, എനിക്ക് ഇതുപോലെ കമന്റ്സ് ഡെയിലി വരുന്ന ആൾക്കാരുടെ കമന്റ്സ് എനിക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളെ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിട്ടോ ഒന്നും അല്ല എനിക്ക് പരിചയം. ഇങ്ങനെ നിങ്ങളുടെ കമന്റ്സ് വരുമ്പോൾ ഈ ഒരു പേര് എന്റെ മൈൻഡിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കുറച്ചു പേരെ പെട്ടെന്ന് മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ കമന്റ് ചെയ്യാൻ എപ്പോഴും പറഞ്ഞത്. അടുത്തത് വിനീത തിരുനിലത്തിൽ. വിനീത നമുക്ക് എപ്പോഴും കമന്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഹായ് പറഞ്ഞിട്ടുണ്ട്. വിനീതയുടെ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ. കാരണം വല്ലപ്പോഴേക്കും ഞാൻ അങ്ങനെ കമന്റ്സ് കാണാറില്ലെങ്കിലും നമുക്കത് അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കാന്ന് പറയുന്ന ചില വ്യക്തികളില്ലേ, അങ്ങനെ പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അയ്യോ, ജംഷീന റഷീദ് പൊങ്ങച്ചം, നമ്മുടെ ഡയമണ്ടിന്റെ വീഡിയോയുടെ അടിയിലത്തെയാണ്. ഇനിയിപ്പോ ഞാൻ പൊങ്ങച്ചത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത് ഗോമോദകല്ല ഗോമേതകം, തെറ്റ് ഞാൻ തിരുത്തിയിരിക്കുന്നു. സതി കുമാരി, സോറി ട്ടോ ചേച്ചി, തെറ്റ് പറ്റിപ്പോയതാണ്. അടുത്തത് അനാരിയാസ് വ്ലോഗോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര്. ഞാൻ ഇതുവരെ കേട്ടില്ല ഇങ്ങനത്തെ ഒരു പേര്. ചേച്ചി എന്തിനാ ഡയറ്റ് ചെയ്യുന്ന? അത്ര വണ്ണമൊന്നുമില്ല. അയ്യോ വണ്ണുണ്ടടാ, വണ്ണുണ്ട്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വണ്ണം തോന്നില്ലായിരിക്കും, പക്ഷെ എനിക്ക് വയറുണ്ട്. അയ്യോ വണ്ണുണ്ട് എന്താ പറയാ, വണ്ണുണ്ട്.
ഹേമക്കുട്ടി, എനിക്ക് സനയുടെ സംസാരവും കുക്കിങ്ങും ഇഷ്ടമാണ്. താങ്ക് യു. അതുപോലെ കുറെ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ മെസ്സേജ് പറയാറുണ്ട് കേട്ടോ, ചേച്ചി ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ സ്നാക്സുകളും കാര്യങ്ങളൊക്കെ അവർ ട്രൈ ചെയ്ത് നോക്കാറുണ്ടെന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി വേറെ ഉള്ളവരെ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അത് എൻ്റെന്ന് കണ്ടിട്ട് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഹിസാന DP ഹായ്. ജിജേഷ് അപ്പു, എൻ്റെ നാളും ഭരണിയാണ്. ഞാനൊരു ഭരണിക്കാർത്തിയാണ്. എൻ്റെ അച്ഛനും ഭരണിയാണ്. എൻ്റെ വീട്ടില് ഞാനും എൻ്റെ അച്ഛനും ഭരണിയാണ്. എൻ്റെ അമ്മയും ചേട്ടനും മകേരിയാണ്. ഇനി ഷന്യ എന്ന് പറയാമോ? ഇനി ഷന്യ എന്ന് പറയുള്ളൂ കേട്ടോ. ഈ ജിജേഷ് അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വരുന്ന കമന്റ്സിന് ഞാൻ ഇനി ഷന്യ എന്ന് മാത്രമേ പറയുള്ളൂ. ശിവാനി നവമി ലവ് അടിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കുറച്ച് കഴിഞ്ഞാൽ. അപ്പം 2 വീഡിയോയുടെ കമന്റ്സ് ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഇതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സെഗ്മെന്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇതേപോലെ വരുന്ന കമന്റ്സിന് ഞാൻ ഇങ്ങനെ റിപ്ലൈ നിങ്ങളുടെ പേരൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? അപ്പം നമുക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും, എന്നും അല്ല എപ്പോഴെങ്കിലും, ഇപ്പോൾ ഒരു 2 ആഴ്ചക്ക് കൂടുമ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് ഇടാൻ പറ്റുന്ന എനിക്ക് സന്തോഷമാണ്. 1-2 വീഡിയോയുടെ കമന്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വായിക്കാം. എനിക്ക് ഇതിന് പറ്റിയ ഒരു പേര് പറഞ്ഞു തരണം. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ക്യാപ്ഷനൊക്കെ അല്ലേ നിങ്ങൾ കാണുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം തരാണ് കേട്ടോ. നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഇങ്ങനെ കമന്റ്സ് റീഡ് ചെയ്യണതിന് പറ്റിയ ഒരു നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേര് എന്ന് വെച്ചാൽ ഞാനത് അടുത്ത വീഡിയോയിൽ, അതായത് 1-2 വീഡിയോക്ക് ശേഷമുള്ള വീഡിയോയിൽ ഞാനത് പറയാം. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾക്ക് ഇൻസ്റ്റ അക്കൗണ്ടിൽ എനിക്ക് ഇൻസ്റ്റയിലേക്ക് ഒരു മെസ്സേജ് അയക്കണം കേട്ടോ. ഞാൻ പറയാലോ ഇന്ന പേരാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ആള് എനിക്ക് ഇൻസ്റ്റയിലേക്ക് ഒരു മെസ്സേജ് അയക്കണം. എന്തായാലും എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആയിരിക്കും, വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല, ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല പേരുകൾ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കമന്റ്സ് റീഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് നമ്മളിപ്പോൾ 2 ആഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലോ ഒരിക്കലോ ഒക്കെ നമുക്ക് ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന് പറ്റിയ ഒരു പേര് എനിക്ക് സജസ്റ്റ് ചെയ്യാം. നല്ല പേര് ഞാൻ സെലക്ട് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട ടച്ചിങ് ആയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കോമഡി ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അട്രാക്റ്റ് ആവുന്ന രീതിയിൽ ഒരാളിത് കാണുമ്പോൾ അതിനെന്ത് സംഭവം എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്ന ഒരു ഗിഫ്റ്റിന്റെ വീഡിയോ താമസിയാതെ ഞാൻ ചെയ്യാം. എനിക്ക് ഇത്തിരി അതിനൊരു പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാൻ ഇമോഷണൽ ആവാണ് ഒരു വീഡിയോ ആയിരിക്കും അത്, കാരണം അത് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യം. ഇതിന്റെ അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.